ബാബരി മസ്ജിദ് തകർത്ത ഡിസംബർ 6-ന് ശൗര്യ ദിവസ് ആയി ആചരിക്കണമെന്ന വിവാദ ഉത്തരവ് റദ്ദാക്കി രാജസ്ഥാൻ സർക്കാർ. രാജസ്ഥാനിലെ സ്കൂളുകൾക്കായിരുന്നു ഈ നിർദ്ദേശം നൽകിയിരുന്നത്. ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളെ തുടർന്ന് ഉത്തരവ് പിൻവലിക്കുന്നതായാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോഴത്തെ അറിയിപ്പ്. വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിം സംഘടനകളും എതിർപ്പ് ഉന്നയിച്ചിരുന്നു. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സജു, ബാബരി മസ്ജിദ് തകർത്ത ദിവസം ശൗര്യ ദിവസം ആചരിക്കാൻ വേണ്ടി രാജസ്ഥാൻ സർക്കാർ തീരുമാനിക്കുന്നു. ഇപ്പോൾ ആ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്യുന്നു. എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണോ ഈ തീരുമാനത്തിലേക്ക് പോകാൻ രാജസ്ഥാൻ സർക്കാർ നിർബന്ധിതരായത്? നൗഫൽ, അങ്ങനെ തന്നെയാണ്. പ്രധാനമായിട്ടും ശൗര്യ ദിവസം, അതായത് ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദ് തകർത്ത ദിവസം ശൗര്യ ദിവസമായി ആചരിക്കണമെന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് റദ്ദ് ചെയ്തു, അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു ഉത്തരവ് ഇന്നലെ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും സ്കൂളുകൾക്കാണ് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടികളടക്കം ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയിരുന്നത്. എന്നാൽ ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് അധ്യാപക സംഘടനകൾ, അതുപോലെ പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം തന്നെ അഭിഭാഷക സംഘടനകൾ വലിയ വിമർശനവുമായി രംഗത്തെത്തുകയും സർക്കാരിനെതിരെ, BJP സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെയും ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശൗര്യ ദിവസം ഡിസംബർ 6-ാം തീയതി ശൗര്യ ദിവസമായി ആചരിക്കണമെന്നുള്ള ഉത്തരവ്, ഇപ്പോൾ വിവാദ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്ന സങ്കീർണതയിലേക്ക് വഴിവെച്ചാക്കാവുന്ന ഒരു ഉത്തരവാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറക്കിയത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വർഗീയത നടപ്പാക്കാൻ വേണ്ടിയാണ് BJP സർക്കാർ ശ്രമിക്കുന്നതും BJP വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന മതമൗലികവാദം അത് വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കുത്തിവയ്പ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നുള്ള വിമർശനം വലിയ രീതിയിൽ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. പ്രത്യേകമായിട്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് പിൻവലിച്ചു എന്നുള്ളൊരു ഉത്തരവ് ഇന്നലെ അർദ്ധരാത്രി കൂടി പുറത്തിറക്കിയത്. അതായത് പുറപ്പെടുവിക്കാനാവാത്ത ചില നിബന്ധനകൾ അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ അല്ലെങ്കിൽ ഇതിപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു വാചകം മാത്രമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. നൗഫൽ. യെസ്, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.